ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വിചാരിച്ചു. ഐഷുവിനും അൻഷുനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞാനും അൻഷും ഫിറും കൂടിയാണ് പോണത്. അപ്പോൾ നമ്മൾ നാട്ടിലായിരുന്ന സമയത്തും അങ്ങനെ പുറത്തൊന്നും പോവില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും അങ്ങനെ പുറത്തൊന്നും പോവാറില്ല. എന്നാലും അപ്പോൾ നമുക്കൊന്ന് രാത്രി ഒന്ന് പുറത്തിറങ്ങി വരാം. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. ഒരുപാട് ചൂടുമില്ല, ഒരുപാട് തണുപ്പുമില്ല, അങ്ങനെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോവുകയാണ്. അപ്പോൾ ഈ രാത്രി അബുദാബി കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ്, എല്ലായിടം ലൈറ്റൊക്കെ കത്തിയിട്ട്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഒരുവിധം ഏരിയയിലുള്ള 2-3 സിഗ്നൽ വരെയൊക്കെ നമ്മൾ നടന്നാണ് എപ്പോഴും പോവാറ്. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കാണുന്ന ഷോപ്പൊക്കെ ഒഴിഞ്ഞ് കിടക്കുക കേട്ടോ. അതൊരു H&Mൻ്റെ ഔട്ട്ലെറ്റ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സങ്കടം. അതിലുള്ള ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. H&Mർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ ജോലിക്കാരൊക്കെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വരുന്നത് വിയർ മാർട്ടിലാണ്. അപ്പോൾ വിയർ മാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചീപ്പായിട്ടുള്ളൊരു ഷോപ്പാണ്. അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസാണ് ഉണ്ടാവുക, എന്നാൽ പ്രൈസ് അതിന് മാത്രം ഒന്നും ഇല്ലേനും. അപ്പോൾ ഇത് കുറേ സംഭവങ്ങളൊക്കെ അത് എക്സ്ട്രാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അവർ മുന്നത്തേക്കാളും ഒക്കെ. അപ്പോൾ ഇതാ കടയിൽ വന്നു കഴിഞ്ഞാലുള്ള മെയിൻ പ്രശ്നം അതാണ്. ഐഷുനും അൻഷുനും എന്തൊക്കെ നമ്മൾ കാണണോ ആ സാധനങ്ങളൊക്കെ വേണം. ഇപ്പം എന്താ ക്ലേൻ്റെ പിന്നാലെയാണ്. അപ്പോൾ ക്ലേ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ചെരുപ്പുകൾ, ബാഗുകൾ, കിഡ്സിനുള്ള ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവർ കുറേ പ്ലാൻസ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ പ്ലാൻസൊക്കെ കണ്ടപ്പോൾ വാങ്ങിക്കാൻ നല്ല ആഗ്രഹം തോന്നി. അപ്പോൾ എന്തെങ്കിലും, പക്ഷേ അതുപോലെയൊന്നും ചിലപ്പോൾ നമ്മൾ വീട്ടിൽ റൂമിൽ കൊണ്ടുവന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഏത് വാങ്ങിക്കണം എന്നുള്ളത്. ഇത് പോവോ? അതെടുക്കല്ലേ? അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത് ഐഷുനും സ്ലിപ്പേഴ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ലിപ്പേഴ്സൊക്കെ ഉണ്ട്. ചെറുതോ വേണ്ടേ? ഷൂ പോലത്തെ ഒന്നും വാങ്ങിക്കരുത്, അതേപോലത്തെ വാങ്ങിച്ചാൽ മതി. അങ്ങനത്തെ ജസ്റ്റ് സ്ലിപ്പേഴ്സ് ആയിട്ട് ഉപയോഗിക്കാനല്ലേ. നോക്കിയേക്കോ, ഇതോ 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 ഇത് കുഞ്ഞേതാ പറഞ്ഞിട്ടെ? ഇല്ലയോ, കുഞ്ഞേതാണ് ഇത്. പൊന്നുകടക്ക് കൊടുത്തിറങ്ങി ഇത് നോക്കുന്നു ആണോ? അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോയാലുള്ള കാര്യം. അവർക്ക് ഓരോന്നിട്ട് നോക്കി സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു വീക്ക് ഡേയിലാണ് പോയത്, വീക്കെൻഡിലൊന്നുമല്ല. പക്ഷേ അത് പ്രതീക്ഷയിലും കൂടുതൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബില്ല് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ ഞാനും മക്കളൊക്കെ പുറത്ത് വന്ന് നിൽക്കുമായിരുന്നു. കാരണം പേടിയല്ലേ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ആവുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങളിതാ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിറോ അപ്പോഴേക്കും ബില്ലിങ് ചെയ്തിട്ട് വരും. അപ്പോൾ നമ്മളിനി പർച്ചേസൊക്കെ തിരിച്ച് നടക്കാം കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഇത് മാത്രമേ വാങ്ങിക്കാനുള്ളൂ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ റഷൊക്കെ കണ്ടപ്പോൾ നമ്മൾ പിന്നെ അവിടെ കൂടുതൽ സമയമൊന്നും നിന്നില്ല. ഇതാ നമ്മളെ കാൽനടയായിട്ട് നമ്മളിതാ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ റൂമിലെത്തിയതാ ഞാൻ ആദ്യം തന്നെ നോക്കിയത് നമ്മൾ റോസാ ചെടീനെ കേട്ടോ. കാരണം അതിന് നിറയെ മുട്ടും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിതാ അവർക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇതാ ട്രൈയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ഷോപ്പിങ്ങും ട്രൈയിങ്ങും ഒക്കെ കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. ഡേ ടൈമിൽ ഞാനും ഐഷു റൂമിലിരുന്ന് മടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ സാധാരണ പോണ പാർക്കിൽ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഇവിടെ കിഡ്സിൻ്റെ സെക്ഷനൊക്കെ ഇപ്പോൾ ക്ലോസ് ആണ്. അപ്പോൾ നമുക്ക് വെറുതെ വെയിലും കൊണ്ട് ഈ പാർക്ക് കൂടെ ഇങ്ങനെ നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഗിഫ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ ഞാനും മക്കളും കൂടെ പാർക്കിൽ ചുറ്റിത്തിരിഞ്ഞ് ബോറടിച്ചപ്പോൾ ഈ കടയിലോട്ട് വന്നിട്ടോ. അപ്പോൾ ഡേ ടൈമിലായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇത് 1 to 10 ദിർഹം ഷോപ്പാണ്. ഇത് എന്ത് എടുത്താലും 1 ദിർഹം മുതൽ 10 ദിർഹത്തിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് ഗ്ലാസ് ജാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് അപ്പോൾ കാണാൻ. കുറേ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്പൂണുകളൊക്കെ വെക്കാനുള്ള ഹോൾഡർ, കട്ടിംഗ് ബോർഡ്, ഫോൾഡബിൾ കട്ടിംഗ് ബോർഡ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ശരിക്കും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. ഒരുപാട് ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഫോൾഡബിൾ കട്ടിംഗ് ബോർഡാണ്. 3 ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇതിനൊരു 10 ദിർഹമാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പോൾ കുറേ കട്ടിംഗ് ബോർഡുകളും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, ഒരുപാട് സാധനങ്ങൾ ഇവിടെ. ഡ്രസ്സും ഷൂസും, കിഡ്സിൻ്റെ ഷൂസും ടോയ്സും അങ്ങനെയുള്ള എല്ലാതും ഉണ്ട് കേട്ടോ. പക്ഷേ ഡ്രസ്സൊന്നും അത്ര ക്വാളിറ്റി ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഷോപ്പൊന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് ചുറ്റിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അവരെ കിഡ്സ് സെക്ഷനിലേക്ക് വരണം. അപ്പോൾ അവിടെ പോയാലല്ലേ അവർക്ക് അവരുടെ സാധനങ്ങളൊക്കെ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ കിഡ്സ് സെക്ഷനിലേക്ക് വന്നു. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. എപ്പോഴും ഇവിടെ ആൾക്കാരുണ്ടാവും. കാരണം 1 to 10 ഉള്ളൂ. പക്ഷേ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ, കിച്ചൺ സെറ്റ്, അതുപോലുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ പ്ലേറ്റ്സ്, ഗ്ലാസ്സുകൾ, അതൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ വേറെ വാങ്ങിച്ചുതരാം. അവിടെ കിച്ചൺ സെറ്റ് മതിയോ? വേറെ ഉണ്ട്. ഇത് വേറെ വേറെ സാധനങ്ങളാണ്.
ഇതൊന്നല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാല് എനിക്കില്ല. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ബെഡ്ഷീറ്റ്, കുഷ്യൻസ്, പില്ലോ കവറ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ ബെഡ്ഷീറ്റൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് അറിയില്ല. ഈ സെക്ഷനിൽ ബെഡ്ഷീറ്റുകളുണ്ട്. പിന്നെ അതുപോലെ ഡ്രസ്സ്, ഇതുപോലെ വലിയ ബാഗുകൾ, കിഡ്സിൻ്റെ ആയാലും നമുക്ക് വലിയ ആൾക്കാർക്കായാലും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ബാഗുകളുണ്ട്. ഷൂസുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോയില്ല, കാരണം അവരെയും കൊണ്ട് ചുറ്റി നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതുപോലെയുള്ള ഷോ പീസുകൾ, നല്ല ഭംഗിയുള്ള ഒരുപാട് ഷോ പീസുകളുണ്ട്. പിന്നെ ഇതുപോലത്തെ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, നമ്മളെ ഇത് ഓല കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഉണ്ടാക്കുന്ന ബാസ്ക്കറ്റുകൾ, ചെടിയൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടൊക്കെ 10 ദിർഹത്തിൻ്റെ ഉള്ളിലുള്ളൂ. നമുക്ക് വാങ്ങിക്കാം അതൊക്കെ. അതുപോലെ എന്താ പറയുക, ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പീസുകളുണ്ട്. പിന്നെ നമ്മളെ പെയിൻറ്റിങ്സ്, വാൾ ഡെക്കർ ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ കടയിലുണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ട്. പക്ഷേ ഫുഡ് ഐറ്റംസ് ഒന്നും പൊതുവെ ഇവിടെ നിന്നൊന്നും അങ്ങനെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എല്ലാം 1 to 10 ദിർഹത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇനി എനിക്കൊരു നോട്ട്ബുക്കൊക്കെ നോക്കണം. അപ്പോൾ ആ സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ കിഡ്സിന് തന്നെ പെയിൻറ്റിങ് ബുക്സും അതുപോലെ തന്നെ കളറിങ് ബുക്സും അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അവിടെ നോക്കി എനിക്ക് ഒരു ജേർണൽ എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ ബുക്ക് തപ്പി നടക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരേക്ക് എല്ലാവരും ടേക്ക് കെയർ. ബൈ.